വിധവകളുടെ കണ്ണീരിന് പൊന്നിൻ്റെ വിലയുണ്ട്, അതിന് കണക്കുണ്ട്. ആ കണക്ക് ചോദിക്കുന്നത് മനുഷ്യരായിരിക്കില്ല, ദൈവമായിരിക്കും. ഇതൊക്കെ പറയുന്നത് ബൈബിളാണ് വിധവയുടെ കണ്ണീരിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിധവ കുവൈറ്റിൽ കുറേ കാലമായി അടിമപ്പണയ്ക്ക് സമാനമായി വീട്ടു ജോലികൾ ചെയ്യുകയാണ്. കുവൈറ്റിൽ വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ഹൗസ് മെയ്ഡ് ആ ജോലി ചെയ്യുന്ന ആളുകളുടെ ദുരവസ്ഥ. പല വീടുകൾ മാറി മാറി ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്ക് നാട്ടിലെ കടബാധ്യത, മക്കളുടെ പഠനം, ഭർത്താവിൻ്റെ ജീവിതം ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പിന്നെ അവർക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ, അതായത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ നിയന്ത്രണങ്ങളും നിരവധിയാണ്. ഇതിന് വിസ കിട്ടുക അതിനേക്കാൾ പ്രയാസമാണ്. കുവൈറ്റിൽ കുറെ കൂടി കർശനമാണ് ഇത് നിയമവ്യവസ്ഥകളൊക്കെ. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വർക്കല അയിരൂരിൽ നിന്ന് ഒരു സ്ത്രീ കുവൈറ്റിൽ ജോലിക്ക് പോയി. അത് ദാരിദ്ര്യം സഹിക്ക വയ്യാതെ, ദാരിദ്ര്യം മറികടക്കാൻ ആരുടെയൊക്കെയോ കാല് പിടിച്ച് അനിത എന്നു പേരുള്ള സ്ത്രീ കുവൈറ്റിൽ ജോലിക്ക് പോകുന്നു. അവിടെ ഹൗസ് മെയ്ഡായി ജോലി ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിതം തേടിപ്പോയി. അവരവിടെ സ്വരൂപിച്ച പൈസയൊക്കെ സമ്പാദിച്ച് അയിരൂര് ഒരു 1.5 സെന്റ് സ്ഥലം വാങ്ങി. 1.5 സെന്റ് സ്ഥലവും ഒരു വീടും സ്വന്തമാക്കി. ആ വീടിൻ്റെ വിഷ്വലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ ഈ വീടിനോട് ചേർന്ന് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു വീടിന് പുറത്ത്. ആ ബാത്റൂം അവർ പിന്നെ അത് വിറക് പുരയാക്കി മാറ്റി. ഇതാണ് വീടിന് വരുത്തിയ രൂപഭേദം. പിന്നെ അതിനുശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭർത്താവ് തിരികെ വന്നു. ഈ വീട്ടിൽ തന്നെയാണ് ചികിത്സയൊക്കെ നടത്തിയതും. പിന്നെ മരണപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഈ സ്ത്രീ, അനിത എന്ന് പറഞ്ഞ സ്ത്രീ, കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയി. ഈ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തനൊരു കൃമികടി. ഒരുത്തനെന്ന് പറഞ്ഞാൽ ഒരു CPM അനുഭാവി എന്നാണ് അയാളുടെ ഒരു വകുപ്പ്. CPM അനുഭാവികളും റിയൽ കമ്മ്യൂണിസ്റ്റുകളൊന്നും ഇങ്ങനെ അയൽപക്കക്കാരൻ്റെ സ്വത്ത് കൊള്ളയടിക്കുക, അയൽപക്കക്കാരനെ ദ്രോഹിക്കുക, അയൽപക്കക്കാരൻ്റെ വീട് കുത്തിപ്പൊളിക്കുക, ഇമാതിരി പരിപാടിക്കൊന്നും പോയിട്ട് ഞാൻ CPM ആണ്, എന്നെ ആരും ഒരു ഡാഷും ചെയ്യില്ല എന്ന് പറഞ്ഞൊന്നും നടക്കില്ല. പക്ഷേ ബിനു സുകുമാരൻ എന്ന് പറയുന്ന ഈ അനിതയുടെ അയൽക്കാരൻ ഒരിക്കൽ വീട് കുത്തി തുറന്ന് ഈ ഭർത്താവിനെ, ഒളിച്ചോടിപ്പോയ ഭർത്താവുണ്ടല്ലോ, അയാളെ കൊണ്ട് ഈ വീട്ടിൽ താമസിപ്പിച്ചു. അത് ഒന്നാമത്തെ തെറ്റ്. വീട് പൂട്ടിക്കിടന്നപ്പോൾ വീട് കുത്തി തുറന്ന്, നിങ്ങളുടെ ഭാര്യ വിദേശത്താണല്ലോ, വീട് പൂട്ടിക്കിടക്കുകയാണല്ലോ, നിങ്ങൾ കണ്ടെടുത്ത് പോയി കിടക്കുന്ന എന്തിനാണ്, വീട്ടിൽ വന്ന് കിടക്കൂ എന്ന് പറഞ്ഞ് വീട് കുത്തി തുറന്ന് അയാൾ അകത്ത് കൊണ്ട് കിടത്തി. അത് അനിത സഹിച്ചു. എന്താണ്, ഭർത്താവല്ലേ, അവിടെ കിടക്കട്ടെ, സ്വന്തം വീടാണെങ്കിലും ഭർത്താവിൻ്റെ കൂടി പേരിലുള്ള വീടാണ്, കിടന്നോട്ടെ. അവരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും കണ്ടവൻ്റെ, അതായത് അറബിയുടെ വീട്ടിലെ എച്ചിൽ വാരിയിട്ടാണ് ആ സ്ത്രീ പാവം പൈസ അയച്ച് സ്വരൂപിച്ച് ഈ വീട് വെച്ചത്, വീട് വാങ്ങിയത്. എന്നാൽ ആ ഭർത്താവ് മരിച്ചു, വീട് പൂട്ടിയിട്ടു, പിന്നെ ഒരു വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. വാടകക്കാരൻ ഇല്ലാത്ത സമയത്ത് ബിനു സുകുമാരന് വീണ്ടും ഒരു ഇക്കിളി. അവൻ എന്ത് ചെയ്തു, അവൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള വീടാണിത്, വീടും പുരയിടവുമാണ്. 12 വർഷമായി ഈ സ്ത്രീ വീട് വാങ്ങിയിട്ട് അവന് മതിൽ കെട്ടണമെന്ന് പറഞ്ഞ് ഈ വിറക് പുരയുടെ ഒരു ഭാഗം അങ്ങ് ഇടിച്ചു നിരത്തി. എന്തൊരു തോന്നിയവാസമാണ് കാണിക്കുന്നത്. അയൽവക്കക്കാരൻ അവർ വിദേശത്താണെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചുകൂടെ? ഒന്ന് വിളിച്ചു ചോദിക്കാമല്ലോ. ഞങ്ങളുടെ പ്രതിനിധി രജനീഷ് അവിടെ പോയിരുന്നു. രജനീഷ് പോയി കണ്ടപ്പോൾ അത് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണെന്ന് രജനീഷ് തന്നെ പറയുന്നു. രജനീഷേ, എന്തൊക്കെയാണ് അവിടെ കണ്ട കാഴ്ചകൾ? ഒരു പ്രവാസിയായ സ്ത്രീ, അവർ വിധവയാണ്, അവരുടെ കണ്ണീരിന് വിലയുണ്ട്. ഇങ്ങനെയാണോ ഒരു അയൽക്കാരൻ അവരോട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അയാള് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഹുങ്കിലാണോ ഇതൊക്കെ ചെയ്തു വെക്കുന്നത്? ജോയി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു പ്രവാസിയായ ഒരു സ്ത്രീയാണ് പരാതിക്കാരി. അവർ വിദേശത്താണ്, വർഷങ്ങളായിട്ട് വിദേശത്താണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുജോലിയാണ് ചെയ്യുന്നത്. ഇവിടെ ഇല്ലാത്ത തക്കം നോക്കിയാണ് ഈ അയൽവാസിയായ ഈ ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായിട്ട്, അതായത് ഇത് ആദ്യ തവണയല്ല, അവർ ഒരുപാട് നാളുകളായി ഇവരെ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ വീട് കുത്തി തുറന്നു, ഇവരുടെ അതിർത്തി കയ്യേറുന്നു, ഇവരുടെ പുരയിടത്തിലുള്ള ഒരു കെട്ടിടം ഇടിച്ചു നിരത്തി അയാളുടെ സൗകര്യത്തിന് മതിൽ കെട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവർ നിരവധി പ്രാവശ്യമാണ് ഇത് സംബന്ധിച്ച പരാതികൾ പോലീസിനടക്കം മറ്റു നിയമ സംവിധാനങ്ങളിലൊക്കെ ഇവർ പരാതിപ്പെട്ടെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇവർ ഞങ്ങളെ സമീപിച്ചത്. ഞങ്ങൾ ആ സ്ഥലത്ത് പോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവർ യാതൊരു വിധത്തിലും ഈ അയൽവാസിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കയ്യേറ്റങ്ങളോ മറ്റു സംഭവങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അവർ ആ ഒരു വിധവയായ സ്ത്രീ, അവരും അവരുടെ മക്കളും മാത്രമാണുള്ളത്. മക്കൾ ഒക്കെ മറ്റു സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതും ഇവർ വിദേശത്താണെന്നുള്ളതുമാണ് ഈ ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ പോലീസ്
പോലീസിലോ മറ്റ് സംവിധാനങ്ങളിലൊക്കെ കൊടുക്കുന്ന പരാതികൾ അത്തരത്തിൽ ഒതുക്കി തീർക്കുന്നു. ഇവർക്ക് വേണ്ട നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എംബസി മുഖാന്തരം അടക്കം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരാതികൾ കൊടുത്തു. ഇവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്, പരാതിയിൽ മുൻപോട്ട് പോവുകയാണ്. നീതി ലഭിക്കണം എന്നുള്ള മാത്രമാണ് ഇവരുടെ ഒരു ആവശ്യം. നമുക്കൊക്കെ അറിയാം, പ്രവാസികളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടേത് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ചില സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഗൗരവപരമായി കാണേണ്ടതാണ്. ഇതിന് ഈ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കേണ്ട ആവശ്യം ഈ ഒരു വിഷയത്തിൽ ഉള്ളത് തന്നെയാണ്. ഈ ഒരു വാർത്തയോടൊപ്പം തന്നെ ആ ഒരു സ്ത്രീ, അവരിപ്പോൾ നിലവിൽ കുവൈറ്റിൽ ജോലി നോക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഓഡിയോ കൂടി ഞങ്ങൾ ഈ ഒരു വാർത്തയിൽ ഉൾപ്പെടുത്തുന്നു. അവർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. പേര് അനിത എന്നാണ്. ഞാൻ വർക്കല അയിരൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ അയിരൂർ ത്രിമ്പലി ക്ഷേത്രത്തിനടുത്ത് എനിക്കൊരു വീടുണ്ട്. ആ വീട്ടില് വാടകക്കാർ താമസിക്കുന്നു. ആ വീട്ടിനകത്ത് ഒരു 30 വർഷത്തിന് മുന്നേ ഒരു ബാത്റൂം ഉണ്ടല്ലോ, അതിനെ കട്ട് ചെയ്താണ് അത് ഒരു ചെറിയ വിറവ് വരെയായിട്ട് ഉപയോഗിച്ചത്. അത് ഇപ്പോ തൊട്ടടുത്ത് അറിഞ്ഞത് ഞാൻ പൊളിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ അത്രയും മുന്നേ ഉള്ള ഒരു സാധനം ഞാൻ അവന് എന്തോന് വേണ്ടി പൊളിച്ചു കൊടുക്കണം. അവൻ കല്ല് മാറ്റിയിട്ട് അതിർത്തി എന്റെ ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് അതിർത്തി കെട്ടി തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് അവന് മതില് കെട്ടാൻ ബുദ്ധിമുട്ടെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ബിൽഡിങ് കുറെ അങ്ങ് പൊളിച്ച്. അത് ഞങ്ങളുടെ അവിടെ ആളില്ലാത്ത സമയത്ത് വാടകയ്ക്ക് ഉള്ള ആൾക്കാർ 3 ദിവസം അവിടെ ഇല്ലായിരുന്നു. നേരത്തെ എന്റെ ഭർത്താവ് അതിന് വേണ്ടി പിണങ്ങി 4-5 വർഷം കൊണ്ട് പുറത്തായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ സുഖമില്ലാതായപ്പം ആ പുള്ളിക്കാരന് തിരിച്ച് എന്റെ വീട്ടിൽ വരാനായിട്ട് ഇവനാ കുത്തി തുറന്നു കൊടുത്തത്. ഞങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു. 4-5 വർഷം കൊണ്ട് വേറൊരു സ്ഥലത്ത് താമസമായിരുന്നു. ഞങ്ങളായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരന് ഇവൻ ആ വീട് അന്ന് കുത്തി തുറന്നു കൊടുത്തത്. എന്നിട്ട് പോലും ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ ഷെഡ് കയറി പൊളിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിവരം പറയണം, അല്ലെങ്കിൽ ആ താമസിക്കുന്നവർ ഇതൊന്നും പറയാതെ കയറി പൊളിച്ച്. അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി കൊടുക്കും. അല്ല അവൻ എന്റെ അവിടെ കയറി പൊളിക്കേണ്ട കാര്യമില്ല. എന്റെ അതിർത്തിക്ക് അകത്ത് നിന്നതാ. അത് അങ്ങനെ കയറി പൊളിച്ചത് കൊണ്ടാണ് ഞാനൊരു പരാതി പിന്നെ ചാനലുകാരുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞത്. ബിനു സുകുമാരൻ എന്ന് പറഞ്ഞ ആളാ. ഞങ്ങളുടെ വീട്ടിലെ എതിർ വീട്ടില് ബിനു സുകുമാരൻ എന്ന് പറഞ്ഞ പയ്യനാ ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പരാതി പ്രവാസിയുടെ പ്രശ്ന പരിഹാര സെല്ല് വഴി പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടുണ്ട്, എസ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അവരവിടെ അന്വേഷണത്തിന് വന്ന് നോക്കിയിട്ട് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചോന്ന് ഞാൻ അറിഞ്ഞു. അവനെ അവിടെ സൊസൈറ്റി ബാങ്കിൽ രാത്രി സെക്യൂരിറ്റി പണിക്കാണ് പോകുന്നത്. പക്ഷെ രാത്രി സെക്യൂരിറ്റി പണിക്ക് അവിടെ പല രാത്രികളിലും അവൻ അവിടെ പോകാറില്ല. അവൻ ഇവിടെ അവന്റെ വീട്ടിൽ വന്ന് ലൈറ്റ് അണച്ച് അകത്തിരുന്നുകൊണ്ട് ഈ പെണ്ണുങ്ങളെ ഫോൺ ചെയ്യലും അവനെ ഒളിഞ്ഞു നോട്ടും ഇതൊക്കെ അവന്റെ പരിപാടി. ഞങ്ങളുടെ ഈ ബിൽഡിംഗ് പണ്ടേ ഉള്ളതാ. ഇവർ അതിനുശേഷമാണ് ബൗണ്ടറി കെട്ടിയത്. ഞങ്ങളെ ഈ ബിൽഡിംഗ് ഇവൻ ജനിക്കുന്ന മുമ്പേ ഉള്ള ഒരു ബാത്റൂമാണ് അത്. ആ ബാത്റൂമിന്റെ പിന്നെ സെപ്റ്റി ടാങ്കും എല്ലാം അവിടെ കിടപ്പുണ്ട്, കാണുമ്പോൾ അറിയാൻ പറ്റും. അത് പണ്ടേ ഉള്ളതാ, ഇവൻ ജനിക്കുന്ന മുമ്പേ ഉള്ളതാ. അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് 12 വർഷമായി. ഞങ്ങൾ വാങ്ങിക്കുമ്പോഴും അതുള്ളതാ. ഇവൻ കമ്മ്യൂണിസ്റ്റിന്റെ ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ എല്ലാ തോന്നിയാസവും കാണിക്കുന്നത്. ഇപ്പൊ ഞാനും പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും ഇല്ല. എനിക്ക് ഏത് പാർട്ടി എന്ത് ചെയ്താലും നല്ലതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. അല്ലാതെ ഞാനൊരു പാർട്ടിയിലും പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ പറഞ്ഞപ്പോ സമയമില്ല. പക്ഷെ ഇവൻ കമ്മ്യൂണിസ്റ്റിന്റെ ആണെന്നും പറഞ്ഞിട്ടാണ് ഈ തോന്നിയാസം മൊത്തം കാണിക്കുന്നത്. എന്റെ വീട് കുത്തി പൊളിച്ചു, കമ്പിപ്പാരോടൊന്ന് കുത്തി പൊളിച്ചു. അന്നും ഞാൻ ക്ഷമിച്ചു. ഇവാനെപ്പോ കുറെ അനാവശ്യം പറഞ്ഞുണ്ടാക്കി. അന്നും ഞാൻ ക്ഷമിച്ചു. എന്റെ ഭർത്താവിനെ എന്നിൽ അകത്തി. ഇപ്പൊ പുള്ളി മരിച്ചു. അതിനും കാരണക്കാരൻ അവനാണ്. ആ സ്ത്രീ പ്രവാസി ക്ഷേമ വകുപ്പ് വഴി പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, DYSPക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവന്റെ നെഗളിപ്പ് തീർന്നിട്ടില്ല. ഈ നെഗളിപ്പ് തീരണമെങ്കിൽ പോലീസ് അവനെ കസ്റ്റഡിയിലെടുക്കണം. എന്നിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അയൽക്കാരൻ്റെ പുരയിടത്തിൽ കയറിയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീരസ്യം കാണിക്കേണ്ടത്. അത് പാർട്ടിക്ക് ആകെ നാണക്കേടാണ്. നിലമ്പൂരിലൊക്കെ കണ്ടല്ലോ, നാട്ടുകാർ അടപടലം തോൽപ്പിച്ച് വിടുകയാണ്. ഇങ്ങനെ ഇമാതിരിയുള്ള വിഷപ്പുഴുക്കളെ പാർട്ടി വച്ച് പൊറുപ്പിക്കരുത് എന്നാണ് ഈ കാഴ്ചകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്.